Hi students, this is our second lecture from the subject Object-Oriented Programming using Java. Module 1 ടോപ്പിക്കുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. Today we are going to deal with UML diagrams. Unified Modeling Language Diagrams ആണ് UML diagrams. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈൻ അപ്രോച്ചസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരു ഡിസൈൻ സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ യൂസർ റിക്വയർമെൻറ്റ്സിനെ നമുക്ക് വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് UML ഡയഗ്രംസ് എന്ന് പറയുന്നത്. ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഒരു വിഷ്വൽ ലാംഗ്വേജാണ്. നമ്മൾ വിഷ്വലി പോർട്രേറ്റ് ചെയ്ത് നമുക്ക് എന്താണോ യൂസർ റിക്വയർമെൻറ്റ്സ്, ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആവുന്നത്, അത് നമുക്ക് വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് UML ഡയഗ്രംസ് എന്ന് പറയുന്നത്. ഇതിനൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊരു ജനറലൈസ്ഡ് മോഡലിംഗ് ലാംഗ്വേജ് ആണ്. ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ വർക്കിംഗ് അല്ല UML ഡയഗ്രംസിനുള്ളത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസിൻ്റെയും ഡിസൈൻ സെക്ഷനിലും കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ UML ഡയഗ്രം എന്ന് പറയുന്നത്. The UML diagrams are mainly classified into two, structural diagrams and behavioral diagrams. ഇതിൽ സ്ട്രക്ചറൽ ഡയഗ്രംസ് തന്നെ again divided into class diagram, component diagram, composite structure diagram, deployment diagram, object diagram and package diagram. And the second part is behavioral diagram, that is again divided into use case diagram, activity diagram, interaction diagram and state machine diagram. ഇതിൽ ഓരോ ഡയഗ്രത്തിനെ കുറിച്ചും നമുക്കൊരു ബേസിക് ഐഡിയ വേണം. ഓക്കെ, ഇതിൽ സ്ട്രക്ചറൽ ഡയഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റിക് ബിഹേവിയറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റാറ്റിക് ബിഹേവിയറിനെ കുറിച്ചൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് സ്ട്രക്ചറൽ ഡയഗ്രംസ്. അതുപോലെ തന്നെ അതിൻ്റെ ഡൈനാമിക്കൽ ബിഹേവിയർ, അതെങ്ങനെയാണ് അറ്റ് ദ ടൈം ഓഫ് പ്രോസസ്സിങ്ങിൽ ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യും, അതിൽ എന്തൊക്കെ ആക്ഷൻസ് എന്തൊക്കെ ഫങ്ഷൻസ് എക്സിക്യൂട്ട് ആവുന്നുണ്ട് എന്നുള്ള അതിൻ്റെ ഡൈനാമിക് ബിഹേവിയർ പറഞ്ഞു തരുന്ന ടൈപ്പ് ഓഫ് ഡയഗ്രംസ് ആണ് ബിഹേവിയറൽ ഡയഗ്രം. ഇതിൽ സ്ട്രക്ചറൽ ഡയഗ്രത്തിൽ നമുക്ക് ക്ലാസ് ഡയഗ്രമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ ബിഹേവിയറൽ ഡയഗ്രത്തിൽ സീക്വൻസ് ഡയഗ്രം, യൂസ് കേസ് ഡയഗ്രം, സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം, ആക്ടിവിറ്റി ഡയഗ്രം, ഇങ്ങനെ ഓരോ സെക്ഷനും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് യൂസ് കേസ് ഡയഗ്രം ഫ്രം ബിഹേവിയറൽ ഡയഗ്രംസ്. ഓക്കെ, ബിഹേവിയറൽ ഡയഗ്രത്തിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള യൂസ് കേസ് ഡയഗ്രത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നത്. യൂസ് കേസ് ഡയഗ്രം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം റിക്വയർമെൻറ്റ്സിനെ നമുക്ക് വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറി ഫോമാറ്റാണ്. ഇതിൽ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് യൂസ് കേസ് ഡയഗ്രം യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് കേസ് ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടും. പക്ഷേ ആ സിസ്റ്റം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് യൂസ് കേസ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടില്ല. ഓക്കെ, ഇത് വിഷ്വലി തന്നെയാണ് നമ്മൾ ഫിഗർ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക്കലി ആണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രം റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിൻ്റെ കോണ്ടെക്സ്റ്റിനെ കുറിച്ചൊരു സ്പെസിഫിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ആർക്കിടെക്ചറിനെ വാലിഡേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. അപ്പോൾ ഇതിലൊരു പിക്ചർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആൻ എക്സാമ്പിൾ ഫോർ എ യൂസ് കേസ് ഡയഗ്രം ആണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇതിൽ ചില നൊട്ടേഷൻസ് ഉണ്ട്, ഓരോ കാര്യങ്ങൾക്കും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പാർട്ടുകളെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കൊരു എഫക്റ്റീവായിട്ടുള്ള യൂസ് കേസ് ഡയഗ്രം ബിൽഡപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിലത്തെ ഓരോ നൊട്ടേഷൻസും എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആക്ടർ. ആ പെർട്ടിക്കുലർ സിസ്റ്റവുമായിട്ട്, സിസ്റ്റത്തിലെ ഫങ്ഷനാലിറ്റീസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് ആരാണോ അയാളെയാണ് ആക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്കിങ് സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിലെ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ആക്ടറാണ്. അല്ലെങ്കിൽ ബാങ്കിൽ നമ്മുടെ കാര്യങ്ങൾ, മണി ട്രാൻസ്ഫറും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബാങ്കിലെ എംപ്ലോയി എന്ന് പറയുന്നത് ഒരു ആക്ടറാണ്. അവിടുത്തെ ഫങ്ഷനാലിറ്റീസ് പെർഫോം ചെയ്യുന്ന പേഴ്സൺ, അല്ലെങ്കിൽ അതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ആരാണോ അയാളെയാണ് നമ്മൾ ആക്ടർ എന്ന് പറയുക. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യൂസ് കേസസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ ഓവൽ ഷേപ്പ്.
യൂസ് കേസസ് മീൻസ് ഫങ്ഷൻസ്, എന്തൊക്കെ ആ സിസ്റ്റത്തിൽ ചെയ്യുന്നുണ്ട്, ആ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് യൂസ് കേസ് വഴി റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്പെസിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്കിൻ്റെ പ്രൊസീജിയർ തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ മെയിനായിട്ട് വരുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് നടക്കുന്നുണ്ട്, മണി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ ഫങ്ഷൻസാണ്. അപ്പോൾ ഓരോ യൂസ് കേസസ് ആയിട്ട് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഒരു ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ വിഡ്രോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ആ ഫങ്ഷൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. തേർഡ് വൺ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. കമ്മ്യൂണിക്കേഷൻ ലിങ്കിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ സിസ്റ്റമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ആക്ടറിനെ യൂസ് കേസുമായിട്ടും ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു ലൈനായിട്ടാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് യൂസ് കേസിനെ ആക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ചാനലാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റം ബൗണ്ടറി എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിലുള്ള ഫങ്ഷൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യണത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലായിരിക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴിയാണ് ആക്ടറിനെ കണക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആക്ടേഴ്സ് ഒരിക്കലും സിസ്റ്റം ബൗണ്ടറിയുടെ ഉള്ളിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ അതിനൊരു സ്ട്രക്ചറിങ് ഉണ്ട്. ഈ 4 കാര്യം ശ്രദ്ധിക്കുക. ഒരു ആക്ടർ ഉണ്ടായിരിക്കണം, യൂസ് കേസസ് ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം, ദെൻ സിസ്റ്റം ബൗണ്ടറി സ്പെസിഫൈഡ് ആയിരിക്കണം. ഇനി ഇതിൽ നമുക്ക് 5 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഫസ്റ്റ് വൺ, അസോസിയേഷൻ ബിറ്റ്വീൻ ആക്ടർ ആൻഡ് യൂസ് കേസ്. അതായത് ഒരു ആക്ടർ അറ്റ്ലീസ്റ്റ് ഒരു യൂസ് കേസായിട്ടെങ്കിലും അസോസിയേറ്റഡ് ആയിരിക്കണം. അതായത് ഇൻഡിപെൻഡൻ്റ്ലി ഒരു ആക്ടർക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ഒരു ഫങ്ഷനാലിറ്റിയും ചെയ്യാത്ത ഒരു ആക്ടർ ആ സിസ്റ്റത്തിൽ നമുക്ക് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല, അല്ലേ? അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാലിറ്റീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആക്ടറിന് ഒരു യൂസ് കേസുമായിട്ടും ഒരു ഫങ്ഷനുമായിട്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആക്ടർക്ക് അവിടെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു യൂസ് കേസായിട്ടെങ്കിലും ആ ആക്ടർ കണക്റ്റഡ് ആയിരിക്കണം. ഇനി ആക്ടർ ടു ആക്ടർ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് കൊടുക്കേണ്ട കാര്യമില്ല. ആക്ടറും കൂടി ഒന്നും ചെയ്യാനില്ല. ആക്ടർ ത്രൂ യൂസ് കേസസ് മാത്രമാണ് നമുക്ക് പോർട്രേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ഓർത്തേക്കുക. രണ്ടാമത്തെ കാര്യം, ജനറലൈസേഷൻ ഓഫ് ആൻ ആക്ടർ. അതായത് ഒരു ആക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ആക്ടറിനെ എടുക്കാനായിട്ട് പറ്റും. അതിനുള്ള മെത്തേഡാണ് ആ കാണിച്ചിരിക്കുന്നത്. ഒരു ആക്ടറിൽ നിന്ന് വേറൊരു ആക്ടർ. അപ്പോൾ അവിടെ കസ്റ്റമർ എന്ന് പറയുന്ന ആക്ടറിൽ നിന്ന് NRFC കസ്റ്റമർ എന്ന് പറയുന്ന ഒരു പുതിയ ആക്ടറിനെ ഇൻഹെറിറ്റ് ചെയ്ത് യൂസ് ചെയ്തു. അങ്ങനെ വരുമ്പോഴുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിൽ നിന്നാണോ ഇൻഹെറിറ്റ് ചെയ്ത് ആ ഇൻഹെറിറ്റ് ചെയ്ത ആക്ടറിൻ്റെ എല്ലാ ഫങ്ഷൻസും ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പുതിയ കസ്റ്റമറിന് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ ആക്ടറിന് യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ പുതിയ ആൾക്ക് അയാളുടേതായിട്ടുള്ള യൂസ് കേസസും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് NRFC കസ്റ്റമർ ഇൻഹെറിറ്റഡ് ആയത്. അതുകൊണ്ട് NRFC കസ്റ്റമറിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഫണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. അതുകൂടാതെ അയാൾക്ക് കറൻസി കൺവേർഷൻ എന്ന് പറയുന്ന പുതിയ യൂസ് കേസും ആപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ ഈ ജനറലൈസേഷൻ ഓഫ് യൂസ് കേസ്. ഇതുപോലെ തന്നെ യൂസ് കേസിൽ നിന്നും നമുക്ക് വേറെ യൂസ് കേസസിനെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കാം. അതാണ് നെക്സ്റ്റ് പറയാൻ പോണേ. എക്സ്റ്റെൻഡ് ബിറ്റ്വീൻ 2 യൂസ് കേസസ്. നമുക്ക് 2 യൂസ് കേസുകൾക്കിടയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എക്സ്റ്റെൻസ്. എക്സ്റ്റെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ use cases depend on the extended use case. The extending use case is usually optional and can be triggered conditionally. നിർബന്ധമൊന്നുമില്ല, അത് ഇൻക്ലൂഡ് ചെയ്താലേ ഒരു യൂസ് കേസ് ഡയഗ്രാം ആവുമെന്നൊന്നുമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡെപ്പോസിറ്റ് ഫണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ബോണസ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കസ്റ്റമർ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതിന് ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ബോണസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന ഒരു യൂസ് കേസാണത്. ഇത് ഇത് ഓപ്ഷണലാണ്. എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. നെക്സ്റ്റ് ഇസ് ഇൻക്ലൂഡ് ബിറ്റ്വീൻ 2 യൂസ് കേസസ്. 2 യൂസ് കേസസ്കൾക്കിടയിൽ ഇൻക്ലൂഡ് റിലേഷൻഷിപ്പ്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ show that the behavior of the included use case is part of the including use case. ഇൻക്ലൂഡ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ കോംപ്ലക്സ് ബിഹേവിയേഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻക്ലൂഡഡ് എന്ന് പറയുന്ന സെക്ഷൻ ഓപ്ഷണൽ അല്ല, നമ്മൾ അവിടെ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയണത്. ഇതിൽ ഫിഗറിലെ റെപ്രസെൻറ്റേഷൻ കണ്ടാൽ അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു ബോണസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ബോണസ് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു എമൗണ്ടും കൂടി അവിടെ അഡീഷണൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ
അക്കൗണ്ടിലെ ബാലൻസ് അപ്ഡേറ്റഡ് ആവും. അപ്പോൾ അപ്ഡേറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിഹേവിയറാണ്. അപ്പോൾ അതിനെ പുതുതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു യൂസ് കേസും കൂടി ഇതിൻ്റെ ബിഹേവിയറിൻ്റെ ബേസിസിൽ നമ്മൾ ആഡ് ചെയ്യണം. അതാണ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത്. അതുപോലെ വിഡ്രോ ഫണ്ട് ചെയ്യുമ്പോഴെന്താ സംഭവിക്കുക, നമ്മളൊരു എമൗണ്ട് അവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അവിടെയും ഡെപ്പോസിറ്റിൽ അവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ട് ബാലൻസിൽ ഒരു മിനിമൈസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ആ ഒരു ഫങ്ഷൻസിൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു അഡീഷണൽ യൂസ് കേസ് ആഡ് ചെയ്യേണ്ടി വരിക. ആ ഒരു സിറ്റുവേഷനാണ് ഇൻക്ലൂഡ് ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് ഫോർ എക്സാമ്പിൾ ഫോർ എ യൂസ് കേസ് ഡയഗ്രാം ഫോർ ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പോൾ നിങ്ങൾക്കിത് ഫിഗറിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ ആരൊക്കെയാണ് വരുന്ന ആക്ടേഴ്സ്, സിസ്റ്റം എവിടെയാണ്, അവിടുത്തെ യൂസ് കേസസ് എന്തൊക്കെയാണ്, അവരെ എങ്ങനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു, എക്സ്റ്റെൻഡ് എവിടെ, ഇൻക്ലൂഡ് എവിടെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് UML ഡയഗ്രാംസ്, അതിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ, ദെൻ how we can draw a use case diagram. So എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.